എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ സ്വച്ഛതാ പക്കാടിയുടെ ഭാഗമായി കൊണ്ട് തന്നെ നാളിതുവരെ ഒരുപാട് പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്ത് പൂർത്തിയാക്കിയിട്ടുള്ളത്. തുടർന്നുള്ള ദിവസങ്ങളിലും വ്യത്യസ്തമാർന്ന പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ കൂടുതൽ സജീവമാകണം. അതുകൊണ്ട് തന്നെ നാളെ മാർച്ച് മാസം 4-ാം തീയതി ബുധനാഴ്ച നമ്മൾ നടത്തേണ്ട പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഈ സെഷനിലൂടെ ഉള്ളടക്കം ചെയ്തിട്ടുള്ളത്. കൃത്യമായി മനസ്സിലാക്കുക. നമുക്കറിയാം, അങ്കണവാടിയുടെ ശുചിത്വവും സൗന്ദര്യവും കുട്ടികളുടെ ആരോഗ്യത്തിനും മാനസിക ഉല്ലാസത്തിനും വളരെയധികം പ്രധാനമുള്ളതാണ്. പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങളിൽ സമയോചിതമായ വൈറ്റ് വാഷ് നടത്തുന്നത് അങ്കണവാടിയുടെ സുരക്ഷയും ശുചിത്വവും ഉറപ്പുവരുത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ആസൂത്രണം ചെയ്യേണ്ടത്. അതായത് അങ്കണവാടിയുടെ ഏതെങ്കിലും ഭാഗങ്ങളിൽ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്ത് അവിടെ വൈറ്റ് വാഷ് അടിച്ച് ഭംഗിയാക്കുന്ന പ്രവർത്തനമാണ് നാളെ നമ്മൾ ശുചിത്വ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് അഥവാ സ്വച്ഛതാ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തേണ്ട പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റ് വാഷ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ആ പൊട്ടിപ്പോയ ആ ഭാഗങ്ങൾ വൃത്തിയാക്കുന്ന സമയം നമ്മളുടെ പ്രവർത്തകർ സ്വീകരിക്കേണ്ട പ്രധാനപ്പെട്ട മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടെ അറിഞ്ഞിരിക്കുക. ആദ്യം പൊട്ടിപ്പൊളിഞ്ഞ ഭാഗം കണ്ടെത്തി ആ ഭാഗത്ത് പഴയ സ്ക്രാപ്പർ ഉപയോഗപ്പെടുത്തി അതെല്ലാം നീക്കം ചെയ്യുക. മതിലിലെ വിള്ളലുകൾ ഉണ്ടെങ്കിൽ സിമെൻറ്റോ അല്ലെങ്കിൽ പുട്ടിയോ ഉപയോഗപ്പെടുത്തി അതെല്ലാം ക്ലിയർ ചെയ്യുക. അതേപോലെ തന്നെ അതിലെന്തെങ്കിലും മതിൽ പൊടികളോ എന്തെങ്കിലും പൊടികളോ ഉണ്ടെങ്കിൽ അതെല്ലാം തുടച്ച് വൃത്തിയാക്കുക. ഉപരിതലം പൂർണ്ണമായും വരണ്ടിരിക്കണം എന്നുള്ളതാണ്. അതായത് വെള്ളം ആയിക്കഴിഞ്ഞാൽ പിന്നീട് അത് പെയിൻറ്റ് പിടിക്കാത്ത സാഹചര്യമാണ്. അതുകൂടി ഓർക്കുക. വൈറ്റ് വാഷ് ചെയ്യുന്ന സമയം ഗുണമേന്മയുള്ള ചുണ്ണാമ്പ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ വൈറ്റ് വാഷ് പ്രൈമർ പോലത്തെ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താം. വൈറ്റ് സിമെൻറ്റ് ഉപയോഗപ്പെടുത്താം. ശരിയായ അളവിൽ വെള്ളം ചേർത്ത് മിശ്രിതം തയ്യാറാക്കിയെടുക്കുക. ഒരേ ദിശയിൽ തന്നെ ബ്രഷറും റോളറോ ഏതാണെങ്കിലും അത് നമ്മൾ ഉപയോഗിച്ച് കൃത്യമായി പെയിൻറ്റ് പുരട്ടുക. ആദ്യം കോട്ട് ഉണങ്ങിയ ശേഷം രണ്ടാമത് ആവശ്യമെങ്കിൽ വീണ്ടും ഒരു കോട്ട് പെയിൻ്റ് അടിക്കാൻ സാധിക്കുന്നതാണ്. പൂർണ്ണമായി ഉണങ്ങിയതിന് ശേഷം മാത്രം അതെല്ലാം ഉപയോഗിക്കുക. സുരക്ഷാ മുൻകരുതലുകൾ എന്തൊക്കെയാണെന്നുള്ളത് കൂടി ടീച്ചേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഇതെല്ലാം സാധാരണ നിസ്സാരമായി തോന്നുന്ന കാര്യങ്ങളായിരിക്കും. എന്നിരുന്നാലും കയ്യുറകളും മാസ്കുകളും ധരിക്കുക. ലാഡർ ഉപയോഗിക്കുമ്പോൾ സഹായത്തിന് മറ്റൊരാളുടെ സഹായം നമ്മൾ തേടണം. അതേപോലെ തന്നെ നിലത്ത് പ്ലാസ്റ്റിക് ഷീറ്റ് വിരിക്കാൻ മറക്കരുത്. മതിയായ വായുപ്രവാഹം ഉറപ്പാക്കിയിട്ടേ നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. കുട്ടികളെ ഉണ്ടെങ്കിൽ ആ സമയത്ത് അവരെ മാറ്റി നിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മളെ കുട്ടികളെ പെയിൻറ്റിലൊക്കെ വന്ന് കൈ ഇടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലേക്ക് കിടക്കും. അപ്പോൾ അതെല്ലാം പൂർണ്ണമായി ഒഴിവാക്കിയതിന് ശേഷം പ്രവർത്തനങ്ങൾ തുടരുക. അങ്കണവാടിയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് കളി ഉപകരണങ്ങൾ, പഠന സാമഗ്രികൾ എന്നിവ സുരക്ഷിതമായി മാറ്റിവെക്കണം. പെയിൻറ്റ് പൂർണ്ണമായി ഉണങ്ങിയതിന് ശേഷം മാത്രമേ കുട്ടികളെ ആ ഭാഗത്തേക്ക് അടുപ്പിക്കാൻ പാടുള്ളൂ എന്നുള്ളത് കൂടെ തിരിച്ചറിയുക. മതിലുണങ്ങിയ ശേഷം വിദ്യാഭ്യാസ ചിത്രങ്ങൾ, അക്ഷരങ്ങളൊക്കെ തന്നെ ആ ഭാഗത്ത് തൂക്കിയിടാനോ അല്ലെങ്കിൽ വരയ്ക്കാനോ സാധിക്കുന്നതാണ്. നമുക്കറിയാം, അങ്കണവാടി ഭിത്തികൾ ശുചിയായി നിലനിർത്തുന്നത് കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിനും പഠനാന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനും വളരെയധികം സഹായിക്കുന്നൊരു ഭാഗമാണ്. എല്ലാ പ്രവർത്തകരും കൂട്ടായി പ്രവർത്തിച്ചാൽ സുരക്ഷിതവും മനോഹരമായ അങ്കണവാടി നമുക്ക് എന്നും സൃഷ്ടിക്കാനും എന്നും നിലനിർത്താനും കഴിയുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ ഈ പ്രവർത്തനമാണ് നമ്മൾ നാളെ സ്വച്ഛതാ പക്കാട എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിക്കൊണ്ട് നടപ്പിലാക്കേണ്ടത്. കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആസൂത്രണം ചെയ്യുക. അതിനുശേഷം ആ ദിവസം ഇതെല്ലാം തന്നെ പ്രാവർത്തികമാക്കാൻ കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക് യു.